ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മറ്റ് വിഷയങ്ങളെക്കാൾ കുറച്ചുകൂടി ശ്രദ്ധ നൽകേണ്ട ഒരു മേഖലയാണ് കണക്ക്. കാരണം മറ്റൊന്നുമല്ല, സയൻസ്, പൊതുവിജ്ഞാനം, ഒറ്റവാക്കിൽ കാണുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാതെ പഠിച്ച് മനഃപ്പാഠമാക്കാം. കണക്കൊരിക്കലും മനഃപ്പാഠമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ചോദിക്കുന്ന വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാനുള്ള മാർഗം അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. വേഗത്തിൽ ഉത്തരം കാണാൻ വേണ്ടി മുൻവർഷ ചോദ്യങ്ങൾ എപ്പോഴും പരിചയപ്പെട്ടിരിക്കുക. സ്ഥിര വരുന്ന ഒരു ചോദ്യമാണ് തീവണ്ടിയുടെ നീളം, വേഗത, ദൂരം, സമയം. ഇത് സ്ഥിരമായി പരീക്ഷയ്ക്ക് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. 180 മീറ്റർ നീളമുള്ള ട്രെയിൻ 54 km/h വേഗത്തിൽ ഓടുന്നു. വഴിയിലെ ഒരു വിളക്ക് കാലിനെ മറികടക്കാൻ എടുക്കുന്ന സമയം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തീവണ്ടിയുടെ നീളം മീറ്ററിൽ തന്നു, വേഗത കിലോമീറ്ററിൽ തന്നു. അപ്പോൾ ഈ കിലോമീറ്ററിലെ വേഗതയെ നമ്മൾ ആദ്യം മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യുന്ന മാർഗ്ഗമാണ് 5/18 കൊണ്ട് ഗുണിക്കുക. ഒരു സ്ഥിരസംഖ്യയാണ്, കാണാതെ പഠിച്ചു വയ്ക്കുക. 54നെ 5/18 കൊണ്ട് ഗുണിക്കുമ്പോൾ 15 മീറ്റർ/സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ദൂരം കിട്ടി, വേഗത കിട്ടി. സമയം കാണാൻ ദൂരം ഭാഗം വേഗത, വേഗത കാണാൻ ദൂരം ഭാഗം സമയം, ദൂരം കിട്ടാൻ വേഗത ഇൻറ്റു സമയം. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ദൂരം എന്ന് പറയുമ്പോൾ വഴിയിലെ വിളക്ക് കാല്, പോസ്റ്റ് ഇതൊക്കെ ക്രോസ് ചെയ്യാനാണെങ്കിൽ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം തന്നെ ആയിരിക്കും. പാലമാണെങ്കിൽ ദൂരം എന്ന് പറയുമ്പോൾ തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളം, അങ്ങനെ എടുക്കണം. അപ്പോൾ ഇവിടുത്തെ നീളം 180 മീറ്റർ, വേഗത 15 മീറ്റർ/സെക്കൻഡ്. 180നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം 12 സെക്കൻഡ്, സമയം 12 സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കുക.